റിപ്പോർട്ടർ ഇംപാക്ട്. LP സ്കൂൾ പ്രധാനാധ്യാപകരുടെ ഹയർ ഗ്രേഡ് പ്രതിസന്ധിയിൽ നിയമോപദേശം തേടി വിദ്യാഭ്യാസ വകുപ്പ്. നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേടെറ്റ് നിർബന്ധമാക്കിയതിനാൽ ഹയർ ഗ്രേഡ് പ്രതിസന്ധി എന്ന വാർത്ത റിപ്പോർട്ടർ നൽകിയിരുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകർക്ക് കേടെറ്റ് നിർബന്ധമാണ്. കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ അധ്യാപകരെ സംരക്ഷിക്കാൻ സർക്കാർ വഴി കണ്ടെത്തിയിരിക്കുകയാണ്. വിധിപ്രകാരം 2 വർഷം കേടെറ്റ് പാസ്സാകാൻ സമയം നൽകുന്നുണ്ട്. അതിനാൽ 2 വർഷത്തിനുള്ളിൽ കേടെറ്റ് നേടണമെന്ന വ്യവസ്ഥയിൽ 2025 സെപ്റ്റംബർ 1 മുൻപ് നിയമനം ലഭിച്ചവരും സമാന യോഗ്യതകളായ നെറ്റ്, സെറ്റ്, MPhil, PhD എന്നിവ ഉള്ള എല്ലാവർക്കും ശമ്പള സ്കെയിലിൽ താൽക്കാലിക അപ്രൂവൽ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയതിനു ശേഷം തീരുമാനം കൈക്കൊള്ളുന്നതാണ്. ഗോപാൽ ശിലാസനിലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗോപാൽ, റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നിയമോപദേശം തേടും, അതിനുശേഷം നിയമോപദേശം ലഭിച്ച ശേഷം തുടർ നടപടിയിലേക്ക്, അല്ലേ? ശ്രുതി, അതെ, അങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുക. അതായത് സംസ്ഥാനത്തെ ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപകർക്ക് അവരുടെ ഹയർ ഗ്രേഡ് നൽകുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ചില ജില്ലകളിൽ, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട് അടക്കമുള്ള ചില ജില്ലകളിൽ കേടെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രധാനാധ്യാപകർക്ക് സ്ഥാനക്കയറ്റവും ആനുകൂല്യങ്ങളും നൽകുകയുള്ളൂ എന്ന നിലപാട് വിദ്യാഭ്യാസ ഓഫീസർമാർ സ്വീകരിച്ചു എന്നതായിരുന്നു കേരള ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ടറാണ് നൽകിയത്. ആ റിപ്പോർട്ടർ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ വിഷയത്തിൽ നിയമോപദേശം തേടുമെന്നും എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുക എന്നത് അഡ്വക്കേറ്റ് ജനറലിന്റെ അടക്കമുള്ള ഭാഗത്തു നിന്നുള്ള നിയമോപദേശം ലഭിച്ചതിന് ശേഷം പരിഗണിച്ച് ഉചിതമായ രീതിയിൽ തീരുമാനമെടുക്കുമെന്നും മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് കേടെറ്റ് നിർബന്ധമാക്കുന്നത് വലിയ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് എന്നും അത്തരത്തിലൊരു യോഗ്യതാ മാനദണ്ഡം ഒരിടത്തും പറയുന്നില്ല എന്നതുമായിരുന്നു പ്രധാനാധ്യാപകരുടെ സംഘടന മുന്നോട്ട് വെച്ച ഒരു ആരോപണം. ആ ആരോപണത്തെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പരിഗണനയ്ക്ക് എടുത്തിരിക്കുന്നതും വേണ്ട ഇടപെടൽ നടത്താമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഗോപാൽ ശിലാസനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.